ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ക്രിയേറ്റീവ്സിൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോട്ടൺ സാരി ഡ്രിപ്പ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സാരി ഡ്രിപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. അതിനകത്ത് ഒത്തിരി സാരി ഡ്രിപ്പിംഗ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരി ഡ്രിപ്പിംഗ് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇത് ഖാദി കോട്ടൺ സാരിയാണ്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനുള്ള സാരിയാണ്. അപ്പോൾ കോട്ടൺ സാരി ഉടുക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ വീഡിയോ എന്തായാലും മിസ് ചെയ്താൽ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ സാരി നോക്കാം. അപ്പോൾ ഇതാണ് സാരിയുടെ ബ്ലൗസിൻ്റെ ഭാഗം. പിന്നെ ഇതെന്ന് പറയുന്നത് ബാക്കിയുള്ള. അപ്പോൾ ഇത് നല്ല നീളം വീതിയുള്ള സാരി ഉണ്ടോ. ഇത്തിരി ഹൈറ്റ് ഉള്ളവർക്കും വണ്ണമുള്ളവർക്കൊക്കെ ഇത് നല്ല പെർഫെക്റ്റ് ആയിരിക്കും സാരി. പിന്നെ ഈ ബ്ലൗസിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ഞാൻ സെപ്പറേറ്റ് ബ്ലൗസ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ കട്ട് ചെയ്യാം. ഇത് മൊത്തത്തിൽ ഒരു 6.3 മീറ്റേഴ്സ് ഉണ്ട് കേട്ടോ മൊത്തത്തിൽ സാരി. ഇത് ബ്ലൗസ് പീസും കൂടി ഇൻക്ലൂഡഡ് ആണ്. സാരിയുടെ എൻ്റെ ഭാഗം സാരി പവടയുടെ റൈറ്റ് ഭാഗത്തായിട്ട് ടക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ടക്ക് ചെയ്ത് ആവശ്യമുള്ള ലെങ്ത്ത് നോക്കുക, എന്നിട്ടൊന്ന് കറങ്ങി ആദ്യം ടക്ക് ചെയ്ത ഭാഗം വരെ ടക്ക് ചെയ്ത് നിർത്തുകയാണ് ചെയ്യണത്. ഇനി നമുക്ക് മുന്താണിയുടെ പ്ലീറ്റ്സാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മുന്താണിയുടെ ഭാഗം ഇതുപോലെ പിടിക്കുക, എന്നിട്ട് ഒന്ന് ഇതുപോലെ ചുറ്റിയിട്ട് ഞാനിവിടെ ലെഫ്റ്റിൽ ജസ്റ്റ് ഒന്ന് ടക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുന്താണിയുടെ പ്ലീറ്റ്സ് എടുക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ ടക്ക് ചെയ്ത് വെക്കുന്നത്. ഇത് ബോർഡർ സാരി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ബോർഡറിൻ്റെ സൈസിലാണ് പ്ലീറ്റ്സ് എടുക്കുന്നത്. പ്ലീറ്റ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ബോർഡർ സാരി ആകുമ്പോൾ ഇച്ചിരി വീതിയുള്ള ബോർഡർ ആണെങ്കിൽ ആ ബോർഡർ സൈസ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ല ഭംഗിയായിട്ട് കിട്ടുക. അപ്പോൾ ഈ എടുത്തേക്കുന്ന പ്ലീറ്റ്സ് 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് മുന്താണിയിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് ലെഫ്റ്റ് ഷോൾഡറിലോട്ട് മുന്താണിയുടെ ലെങ്ത്ത് കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് അറേഞ്ച് ചെയ്തിട്ട് മുന്താണി പ്ലീറ്റ്സ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എനിക്ക് ഇത്രയും ലെങ്ത്ത് മതിയാവും. നമുക്കൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ലെഫ്റ്റ് ഷോൾഡറിൽ സാരി ബ്ലൗസിനോട് കൂടിയിട്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ വലിക്കുക. ഇതുപോലെ വലിച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പ്ലീറ്റ്സ് ആണ് എടുക്കാൻ പോകുന്നത്. അതിന് ഈ ലെഫ്റ്റ് ഹിപ്പിൻ്റെ ഏരിയയിലോട്ട് സാരി ഇതുപോലെ ബോർഡറിൻ്റെ ഭാഗം ഇതുപോലെ വലിച്ചിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി നമുക്ക് ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കാം. അപ്പോൾ ഈ സാരിക്ക് ഞാനൊരു 8 പ്ലീറ്റ്സോളം എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് ബ്ലൗസ് പീസ് കട്ട് ചെയ്യാൻ തന്നെയാണ്. പക്ഷേ ബ്ലൗസ് പീസ് കട്ട് ചെയ്താലും വലിയ പ്ലീറ്റ്സ് കുറവൊന്നും വരില്ല കേട്ടോ. നല്ല ലെങ്ത് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സാരിക്ക്. അപ്പോൾ ഈ സാരിയുടെ പ്രൈസും കൂടി ഞാൻ പറയാം. ഇതിന് 470 രൂപയാണ്. മീഷോയിൽ നിന്നാണ് ഞാൻ ഈ സാരി വാങ്ങിച്ചിട്ടുള്ളത്. കളർ കോമ്പിനേഷൻ കണ്ടിട്ടാണ് വാങ്ങിച്ചിട്ടോ. ഈ ഒരു സാരിയുടെ സ്പെഷ്യാലിറ്റി നിങ്ങൾ കണ്ടില്ലേ, മറ്റുള്ള കോട്ടൺ സാരി ഉടുക്കുന്ന പോലെയല്ല. ഞാൻ മേളിൽ പ്ലീറ്റ്സ് എടുത്തപ്പോൾ തന്നെ താഴെ നല്ല ഭംഗിയായിട്ട് പിടിച്ചു കൊടുക്കാതെ തന്നെ നല്ല ഭംഗിയായിട്ടൊന്ന് കുടഞ്ഞെടുത്തപ്പോൾ തന്നെ പെർഫെക്റ്റ് ആയിട്ട് പ്ലീറ്റ്സ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എടുത്തേക്കുന്ന പ്ലീറ്റ്സിൻ്റെ കൂടെ ഈ ലാസ്റ്റത്തെ ഒരു പ്ലീറ്റും കൂടി ഇതുപോലെ എടുക്കുകയാണ് ഞാൻ. ഇനി എടുത്തേക്കുന്ന പ്ലീറ്റ്സൊക്കെ നമുക്ക് ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് നോക്കാം. അതായത് 1 by 1 ആയിട്ട് നമുക്ക് എല്ലാം കൂടി ഒതുക്കി പിടിച്ചിട്ട് വേണം സാരി പാവാടയിലോട്ട് ഫ്രണ്ടിൽ നാവിൽ സ്ട്രെയിറ്റ് വരുന്ന രീതിയിൽ ടക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് പ്ലീറ്റ്സൊക്കെ സെറ്റാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യണത്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടിരിക്കും ഈ സാരി. ഇനി റൈറ്റ് ഭാഗത്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഈ ലെഫ്റ്റിൽ നമ്മൾ എടുത്തേക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ വലിച്ച് റൈറ്റ് ഭാഗത്തിലോട്ട് ടൈറ്റായിട്ട് വലിക്കുക. അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോഴാണ് നല്ല ഷേപ്പ് കിട്ടുക കേട്ടോ. ഇങ്ങനെ വലിച്ചിട്ട് റൈറ്റ് ഭാഗം ഓപ്പൺ ചെയ്ത ഭാഗത്തിൻ്റെ പാവാടയിലേക്ക് ടക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്ത ഭാഗം കൂടി സാരിയുടെ ഭാഗം കൂടി ടക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് പ്ലീറ്റ്സൊക്കെ നല്ലപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി താഴെ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. താഴെ വരെ കഴിഞ്ഞു. നമ്മുടെ സാരി ഡ്രിപ്പിംഗ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ കോട്ടൺ സാരി ഇത്രയും പെർഫെക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു സാരിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ നമുക്ക് പ്രീ പ്ലീറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല പെർഫെക്റ്റായിട്ട് പ്ലീറ്റ്സ് ഫ്രണ്ട് പ്ലീറ്റ്സും അതുപോലെ തന്നെ മുന്താണിയുടെ ഭാഗമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. നല്ല ഷേപ്പിൽ എടുക്കാൻ പറ്റുന്ന സാരിയാണ്. ആദ്യമായിട്ട് സാരി ഉടുക്കുന്നവർ എന്തായാലും ഈ ഒരു സാരി ട്രൈ ചെയ്യുന്നത് വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സാരി വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ കോഡ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാരി ഡ്രിപ്പിംഗ് കൂടെ കഴിഞ്ഞേക്കാണ്. പ്ലീറ്റ്സൊക്കെ നിങ്ങൾ കണ്ടോളും. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഷേപ്പിൽ. എനിക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സാരി ഡ്രിപ്പിംഗ് വീഡിയോസ് കൂടുതൽ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നുകൂടി വിസിറ്റ് ചെയ്യുക. അടുത്ത സാരി ഡ്രിപ്പിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ.